അപ്പോൾ ഓക്കെ, കമ്പ്യൂട്ടർ സയൻസിലെ പുതിയൊരു ചാപ്റ്റർ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അറേസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണെടാ, അറേ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് സമയം കളയാതെ നേരെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കുക, ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ള നോട്ട്സ് മൊത്തം നിങ്ങൾക്ക് എവിടെ അവൈലബിൾ ആണ്? സീം അക്കാഡമിയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ആപ്പിൽ പോയിട്ട് നോട്ട് ഡൗൺലോഡ് ചെയ്ത് പക്ക പഠിച്ച് ക്ലിയർ ആക്കിയിട്ട് മാത്രമേ പരീക്ഷയ്ക്ക് പോകാൻ പാടുള്ളൂ. കാരണം ഈ സാധനത്തിൽ നിന്ന് മര്യാദക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ഒരു സംശയവും വേണ്ട. സോ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ചാപ്റ്റർ അറേ. എന്താണ് അറേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വാട്ട് യു മീൻ ബൈ അറേ? അറേ ഈസ് എ കളക്ഷൻ ഓഫ് എലമെന്റ്സ് ഓഫ് സെയിം ടൈപ്പ്. എന്താണ്? സെയിം ടൈപ്പ് പ്ലേസ്ഡ് ഇൻ എ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ. അടുപ്പിച്ചിട്ടുള്ള മെമ്മറി ലൊക്കേഷനിൽ പ്ലേസ് ചെയ്തിട്ടുള്ള എലമെന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? അറേ എന്ന് പറയുന്നത്. സോ അറേ ഈസ് എ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ പ്ലേസ്ഡ് ഇൻ എ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ. അതായത് സാധാരണ ഒരു എലമെന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മെമ്മറി ലൊക്കേഷനിലാണല്ലോ ഉണ്ടാവുക. ഇങ്ങനത്തെ കുറേ മെമ്മറി ലൊക്കേഷൻസ് വരിക്കിട്ട് കൊടുക്കുന്ന പരിപാടിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിൽ പ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി രണ്ടാമത്തെ കാര്യം, നമ്മളിവിടെ 25 സ്റ്റോർ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് എ സ്റ്റോർ ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് പറഞ്ഞത്. കാരണം എന്താണ്? സെയിം ടൈപ്പ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരാൾ ഇൻറ്റിജർ ആണെങ്കിൽ ബാക്കിയുള്ള ആളുകളും എന്തായിരിക്കണം? ഇൻറ്റിജർ ആയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേടാ മക്കളെ? സോ നമുക്ക് നോക്കാം, അടുത്ത പോയിന്റ് നോക്കാം. ഈച്ച് എലമെന്റ് ഇൻ ആൻ അറേ ക്യാൻ ബി ആക്സസ്ഡ് ബൈ യൂസിങ് ഇറ്റ്സ് പൊസിഷൻ കാൾഡ് ഇൻഡെക്സ് നമ്പർ. എന്ത് വെച്ചിട്ടാണ് ആക്സസ് ചെയ്യാൻ പറ്റുക? ഇൻഡെക്സ് നമ്പർ അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുക. ഈ ഇൻഡെക്സ് നമ്പർ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക എവിടുന്നാണ്? 0 വെച്ചിട്ടാണ് ഇൻഡെക്സ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇൻഡെക്സ് നമ്പർ, അതല്ലെങ്കിൽ എന്താണ് സബ്സ്ക്രിപ്റ്റ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിന് മുൻപായിട്ട് എങ്ങനെയാണ് അറേ ഡിക്ലെയർ ചെയ്യുന്നത്? അറേ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാടാ? ഇവിടെ നോക്കിയേ, എ ഓഫ് 10 നം ഓഫ് 20 എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇൻഡ്, ഇവിടെ ഡാറ്റ ടൈപ്പ് കൊടുത്തിട്ടില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഡാറ്റ ടൈപ്പ് കൊടുത്തിട്ട് വേണം എഴുതാൻ കേട്ടോ. ഫ്ലോട്ട്, ഇങ്ങനെ ഡാറ്റ ടൈപ്പും കൂടെ കൊടുത്തതിന് ശേഷം നിങ്ങൾ എഴുതി കൊടുക്കുക. സോ ഇൻഡ് എ ഓഫ് 10 എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണഗതിയിൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മെമ്മറി ലൊക്കേഷനിൽ കിട്ടുക. ഇവിടെ അങ്ങനെയല്ല. നമുക്ക് വേണ്ടിയിട്ട് എത്ര മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവും? ഇവിടെ 10 മെമ്മറി ലൊക്കേഷൻ നമുക്ക് മാറ്റി വെക്കപ്പെടും. എത്ര മെമ്മറി ലൊക്കേഷൻ? 10 മെമ്മറി ലൊക്കേഷൻ നമുക്ക് വേണ്ടിയിട്ട് ഒരേ സൈസിൽ അവിടെ മാറ്റി വെക്കപ്പെടും. ഇതിൻ്റെ പേരെന്തായിരിക്കും? ഇയാളുടെ പേരായിരിക്കും എ. ഇനി ഇതിൽ നമ്മൾ എലമെൻറ്റ്സ് ഓരോ ലൊക്കേഷനിലും സ്റ്റോർ ചെയ്യും. ഈ ഓരോ ലൊക്കേഷനിലും നമ്മൾ നമ്പർ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഏത് ലൊക്കേഷനിൽ എവിടെ കിടക്കുന്ന ആളാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ താഴെ ഒരാളെ ഉപയോഗിക്കും. അയാളെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? സബ്സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഇൻഡെക്സ് നമ്പർ എന്നൊക്കെ പേര് വിളിക്കുക. എന്താണ് പേര് വിളിക്കുക? സബ്സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഇൻഡെക്സ് നമ്പർ എന്ന് പേര് വിളിക്കും. അപ്പോൾ ഇയാളെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? സബ്സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഇൻഡെക്സ് നമ്പർ എന്ന് പേര് വിളിക്കുന്നത്. ഈ ഇൻഡെക്സ് നമ്പർ അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഈ അറേൻ്റെ പേര് എന്താണ്? എ എന്നാണ് ഈ അറേൻ്റെ പേര്. അറേൻ്റെ സൈസ് എത്രയാണ്? 10 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു അറേൻ്റെ ഏറ്റവും മാക്സിമം ഇൻഡെക്സ് നമ്പർ എത്രയായിരിക്കും വരിക? 10 വരുമോ? വരൂല. എത്രയായിരിക്കും വരിക? 9 ആണ് വരിക. കാരണം സ്റ്റാർട്ട് ചെയ്യണത് 0 എന്നാണ്. ക്ലിയർ ആണല്ലോ? അപ്പം എന്നാൽ നോക്കിയടാ മക്കളെ, ഇനി ഇവിടെ 25 ഒന്ന് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ഇവിടെ 32 ഒന്ന് സ്റ്റോർ ചെയ്തു, ഇവിടെ 5 ഒന്ന് സ്റ്റോർ ചെയ്തു, ഇവിടെ 6 ഒന്ന് സ്റ്റോർ ചെയ്തു എന്ന് വിചാരിക്കാം. നമുക്ക് ഈ മൂന്നാമത്തെ പൊസിഷനിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ആളെ, അതായത് ഇൻഡെക്സ് നമ്പർ 3 ആയിട്ടുള്ള ആളെ മാറ്റിയിട്ട് 10 ആയിട്ട് സ്റ്റോർ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുക? അത് സ്റ്റോർ ചെയ്യാനുള്ള പരിപാടിയാണ്. നോക്കിക്കോ, എ എന്നാണല്ലോ നമ്മുടെ അറേൻ്റെ പേര് അല്ലേ? അറേൻ്റെ പേര് എ അല്ലേ? ആ എയിലെ എത്രാമത്തെ ലൊക്കേഷനാണ് നമുക്ക് മാറ്റേണ്ടത്? 3ാമത്തെ ഇൻഡെക്സ് നമ്പറാണ് മാറ്റേണ്ടത്. സോ നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 3 കൊടുക്കും. ഈക്വൽ ടു 10 എന്ന് കൊടുക്കുന്നതോട് കൂടിയിട്ട് നമ്മളുടെ ഇവിടെ ഉള്ള 6 മാറിയിട്ട് അവിടെ എന്ത് വരും? 10 എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേടാ മക്കളെ? ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ആരെ ഉപയോഗിക്കുന്നത്? ഇൻഡെക്സ് നമ്പറിനെ ഉപയോഗിക്കുന്നത്. സോ നെക്സ്റ്റ് ആണ് അറേ ഡിക്ലറേഷൻ. ഡാറ്റ ടൈപ്പ് അറേ ആദ്യം എന്ത് കൊടുക്കും? നമ്മൾ ഡാറ്റ ടൈപ്പ് കൊടുക്കും, പിന്നെ അറേൻ്റെ പേര് കൊടുക്കും, പിന്നെ അതിൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് കൊടുക്കും? സൈസ് കൊടുക്കും. കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഡ് n10, അതായത് ഡാറ്റ ടൈപ്പ് ഇൻഡ് ആണ്, n എന്നാണ് പേര്. അതിൽ എത്ര നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും? 10 നമ്പർ സ്റ്റോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഫ്ലോട്ട് A5 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എ എന്നാണ് നമ്മളുടെ അറേൻ്റെ പേര്. അതിൽ എത്ര നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും? 5 നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്യാർ നെയിം 25 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ എത്ര ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും? 25 ക്യാരക്ടേഴ്സ് നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു കാര്യം കൂടെ പറയാം, മെമ്മറി അലോക്കേഷൻ. എന്താണെടാ? മെമ്മറി അലോക്കേഷനും കൂടെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാം. എന്തിൻ്റെ മെമ്മറി അലോക്കേഷൻ? നമ്മുടെ അറേൻ്റെ മെമ്മറി അലോക്കേഷൻ. എടാ മക്കളെ, ഇവിടെ നോക്കിയേ, ഇൻഡിൻ്റെ മെമ്മറി അലോക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ? 4 ആണ്. ഒരു മിനിറ്റ്, മെമ്മറി അലോക്കേഷൻ തൊട്ടപ്പുറത്തെ സ്ലൈഡിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പറയാം, ഇവിടെ പറയുന്നില്ല. നെക്സ്റ്റ് ആണ് അറേ ഇനീഷ്യലൈസേഷൻ. മക്കളെ
നമുക്ക് അറേ ഇനീഷ്യലൈസേഷൻ തൊട്ടപ്പുറത്ത് പറയുന്നുണ്ട്, അപ്പോൾ ആ സമയത്ത് നമുക്ക് പറയാം. നെക്സ്റ്റ് അറേ ഇനീഷ്യലൈസേഷൻ. എന്താണ് അറേ ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത്, ഡിക്ലെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ആ വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് പറഞ്ഞു കൊടുക്കുന്ന പരിപാടി, ഇതിനാണ് ഡിക്ലറേഷൻ എന്ന് പറയുക. ഇങ്ങനെ ഡിക്ലെയർ ചെയ്ത് പറഞ്ഞാൽ കഴിഞ്ഞിട്ടുള്ള സാധനത്തിന് വാല്യൂ കൊടുക്കുന്ന പരിപാടിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, വാല്യൂ അസൈൻ ചെയ്യുക എന്ന് പറയുന്നത്. ഈ പരിപാടി ഒരുമിച്ച് ചെയ്യുന്ന പണിക്കാണ് നമ്മൾ എന്ത് പേര് പറയുക, ഇനീഷ്യലൈസേഷൻ എന്ന് പേര് പറയാം. അതായത് ഡിക്ലറേഷനും അസൈൻമെൻറ്റും ഒരുമിച്ച് ചെയ്യുന്ന പരിപാടിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇനീഷ്യലൈസേഷൻ. അപ്പോൾ നമ്മൾ ഡാറ്റ ടൈപ്പ് കൊടുത്തു, ഡാറ്റ ടൈപ്പ് കൊടുത്തതിന് ശേഷം നമ്മളെ വേരിയബിളിൻ്റെ പേര് കൊടുത്തു, എന്നിട്ട് ബ്രാക്കറ്റിൽ നമ്മൾ എന്ത് കൊടുത്തു, സൈസ് കൊടുത്തു, 10 കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റിൻ്റെ ബ്രാക്കറ്റ് ഇട്ടിട്ട് 10 വാല്യൂ കോമ ഇട്ടിട്ടാണ് കൊടുത്താൽ മതി. എത്ര വാല്യൂ കൊടുക്കണം, 10. അപ്പോൾ 10 നിങ്ങൾ കൊടുത്തില്ല എന്ന് വിചാരിക്കുക, ഒരു കുഴപ്പമില്ല. 5 കൊടുത്താൽ 5 ഇൻപുട്ട് എടുക്കും. അപ്പോൾ ബാക്കി 5 സ്പേസോ വെറുതെ കിടക്കും. അപ്പോൾ നിങ്ങൾ 15 കൊടുത്തു, 15 കൊടുത്താൽ എന്ത് സംഭവിക്കും, 15 സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം ഇവിടെ ഉണ്ടോ, ഇല്ല. അപ്പോൾ എറർ അടിക്കും. നെക്സ്റ്റ് ഫ്ലോട്ട് A5 എന്ന് പറഞ്ഞിട്ട് നമ്മൾ 5 വാല്യൂസ് അവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്യാർ വേർഡ് എന്ന് പറഞ്ഞിട്ട് 7 ആണ് സൈസ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ക്യാരക്ടേഴ്സ് കൊടുക്കുന്ന സമയത്ത് സിംഗിൾ കോട്ടിൽ ഇട്ട് കൊടുക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. സോ അടുത്തതായിട്ട് നമ്മൾ പോവുകയാണ് മെമ്മറി അലോക്കേഷൻസിലേക്ക്. എന്താണ് മെമ്മറി അലോക്കേഷൻ? മെമ്മറി അലോക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ബൈറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. സൈസ് ഓഫ് ഡാറ്റ ടൈപ്പ്, ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് ഇൻറ്റു സൈസ് ഓഫ് അറേ, അറേൻ്റെ സൈസ്. ഇവിടെ നോക്കിയടാ, ഇങ്ങോട്ട് നോക്കിയേ, ഇത് ഇൻറ്റിൻ്റെ സൈസ് എത്രയാ, 4 ആണ് ഇൻറ്റിൻ്റെ സൈസ്. ഇനി A(10) എത്രയാണ്, അറേൻ്റെ സൈസ് 10. അപ്പോൾ ഇൻറ്റു 10. അപ്പോൾ ആൻസർ എന്ത് കിട്ടും, 40 ബൈറ്റ് എന്ന് കിട്ടും. ഇവിടെ നോക്കിയാൽ ഇവിടെ ഫ്ലോട്ടാണ്, അപ്പോൾ സൈസ് എത്രയാടാ, 4 ആണ്. ഇവിടെ പീൻ്റെ അറേൻ്റെ സൈസ് എത്രയാണ് കൊടുത്തിട്ടുള്ളത്, 5 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 4 × 5 20 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്യാർ S(25) എന്നാണ് കൊടുത്തിട്ടുള്ളത്. ക്യാറിൻ്റെ സൈസ് 1 ആണ്. എത്രയാടാ, അറേൻ്റെ സൈസ് 25 ആണ്. അപ്പോൾ 1 × 25 ആൻസർ എത്രയാടാ, 25 ബൈറ്റ്. ഇനി ഇവിടെ നോക്കിയേ, ഇൻ്റെ നമ്പർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, സൈസ് കൊടുത്തിട്ടുണ്ടോ, ഇല്ല. പക്ഷേ വാല്യൂ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എത്ര വാല്യൂ ഉണ്ട്, 1 2 3 4 5 6 വാല്യൂസ് കൊടുത്താൽ അവിടെ ഓട്ടോമാറ്റിക്കലി ഈ ചങ്ങായി മനസ്സിലാക്കുന്നതിൻ്റെ സൈസ് 6 ആണെന്ന്. ഇത് എന്താണ് ഡാറ്റ ടൈപ്പ്, ഇൻ്റാണ്. ഇൻ്റിൻ്റെ സൈസ് എത്രയാണ്, 4 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും, 4 × 6 എന്ന് വരും. ആൻസർ എത്രയായിരിക്കും, 24 ബൈറ്റ്. ഇത് ഇൻറ്റിജറിൻ്റെ കേസിലാണ്. ക്യാരക്ടറിൻ്റെ സൈസ് കേസിൽ ചെറിയൊരു മാറ്റം ഉണ്ട്, അത് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. ക്ലിയർ ആണല്ലോ? സോ അടുത്ത ഏരിയയിലേക്ക് പോകാം. അറേ ഓപ്പറേഷൻസ്, അറേയിലുള്ള പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ്. 3 ഓപ്പറേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതോടുകൂടി ചാപ്റ്റർ തീർന്നു. പിന്നെ ഒരു 2D അറേയും കൂടെ മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാണ് ഓപ്പറേഷൻസ്? ഫസ്റ്റ് വൺ ട്രാവേഴ്സൽ. എന്താണടാ, ട്രാവേഴ്സൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ, ആക്സസിങ് ഈച്ച് എലമെൻറ്റ് ഓഫ് ആൻ അറേ. എന്താണടാ, ആക്സസിങ് ഈച്ച് എലമെൻറ്റ് ഓഫ് ആൻ അറേ. ഇനി ബാക്കി എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇത്ര എഴുതിയാൽ ആൻസർ ആയി. ആക്സസിങ് ഈച്ച് എലമെൻറ്റ് ഓഫ് ആൻ അറേ ഈസ് കോൾഡ് ട്രാവേഴ്സൽ. എന്തിനാണ്, അറ്റ്ലീസ്റ്റ് വൺസ്, ഒരു പ്രാവശ്യമെങ്കിലും ആക്സസ് ചെയ്താൽ മതി, 2 പ്രാവശ്യം ആക്സസ് ചെയ്യേണ്ട ആവശ്യമില്ല. ടു പെർഫോം എനി ഓപ്പറേഷൻ ഈസ് നോൺ ആസ് ട്രാവേഴ്സൽ. ക്ലിയർ ആണല്ലോ? ആക്സസിങ് ഈച്ച് എലമെൻറ്റ് ഓഫ് ആൻ അറേ ഈസ് കോൾഡ് ട്രാവേഴ്സൽ. എക്സാമ്പിൾ എന്താടാ, ഡിസ്പ്ലേയിങ് ഓൾ എലമെൻറ്റ്സ് ഇൻ ആൻ അറേ. ഒരു അറേയിലുള്ള എല്ലാ എലമെൻറ്റ്സിനെയും ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ എല്ലാം കൂടി ആക്സസ് ചെയ്യണമല്ലോ. അല്ലെങ്കിൽ എല്ലാ എലമെൻറ്റ്സിൻ്റെയും സമ്മ് കണ്ടെത്തുക, അപ്പോഴും എല്ലാം ആക്സസ് ചെയ്യണ്ടേ. ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ ട്രാവേഴ്സൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് ആണ് സോർട്ടിങ്. എന്താണ് സോർട്ടിങ് എന്ന് പറഞ്ഞാൽ, അറേഞ്ചിങ് എലമെൻറ്റ്സ് ഓഫ് ആൻ അറേ ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. ഒരു അറേയിലുള്ള എലമെൻറ്റ്സിനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യുന്ന പരിപാടിക്കാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്, സോർട്ടിംഗ് എന്ന് പേര് പറയുന്നത്. 2 ടൈപ്പ് സോർട്ടിംഗ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ സെലക്ഷൻ സോർട്ട്, സെക്കൻഡ് വൺ ബബിൾ സോർട്ട്. എത്ര ടൈപ്പാടാ, 2 ടൈപ്പ്. സെലക്ഷൻ സോർട്ടും ഉണ്ട്, ബബിൾ സോർട്ടും ഉണ്ട്. എന്താണ് സെലക്ഷൻ സോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു ജസ്റ്റ് എങ്ങനെയാണ് അത് നടക്കുന്നത് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ അൽഗോരിതം പഠിക്കണം. അൽഗോരിതം പഠിക്കാൻ എന്താ സാറേ എളുപ്പവഴി? ഒരു എളുപ്പവഴിയില്ല. അൽഗോരിതത്തിൻ്റെ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളിരുന്ന് കാണാതെ പഠിക്കുക. ഓക്കെ ആണല്ലോ? സോ നമുക്ക് അൽഗോരിതം നോക്കാം. എന്താണ് സെലക്ഷൻ സോർട്ട് എന്നുള്ള പരിപാടി നോക്കാം. ദ അറേ ഈസ് ഡിവൈഡഡ് ഇൻ ടു സോർട്ടഡ് ആൻഡ് അൺസോർട്ടഡ് പാർട്ട്. അറേനെ എന്താക്കി മാറ്റും, ഒരു സോർട്ടഡ് പാർട്ടും അൺസോർട്ടഡ് പാർട്ടും ആക്കിയിട്ട് മാറ്റും. എന്നിട്ട് എന്താ ചെയ്യുന്നത്, ടു അറേഞ്ച് ഇൻ അസെൻഡിങ് ഓർഡർ ഫസ്റ്റ് ഫൈൻഡ് ദ സ്മോളസ്റ്റ് എലമെൻറ്റ്. കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ചങ്ങനെ കണ്ടെത്തും. ഇങ്ങോട്ട് നോക്കിയാടാ, ഞാനൊരു അറേ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അറേൻ്റെ ഉള്ളിൽ 4 നമ്പർ ഉണ്ട്, 4 8 1 15 ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത്, ഫസ്റ്റ് ഫൈൻഡ് ദ സ്മോളസ്റ്റ് എലമെൻറ്റ് ഇൻ ദി അറേ ആൻഡ് എക്സ്ചേഞ്ച് ഇറ്റ് വിത്ത് ദ ഫസ്റ്റ് പൊസിഷൻ. കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ആളെ കണ്ടെത്തുക. ആരാടാ, 1 ആണ് ഏറ്റവും ചെറിയ ആൾ. ഓൻ എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കൊണ്ടുവന്നിടുക, ഇവിടെ ഉണ്ടായിരുന്ന ആളെ ഇങ്ങോട്ട് വിട്ടേക്കുക. ഇതാണ് പരിപാടി. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ആളെ അങ്ങോട്ട് എക്സ്ക്ലൂഡ് ചെയ്യുക. ഇനി ഇവനെ നോക്കേണ്ട ആവശ്യമുണ്ടോ, കൂട്ടത്തിൽ ഏറ്റവും ചെറിയവന് ഇവനല്ലേ. ഇനി ഈ പരിപാടി തുടർന്നു കൊണ്ടേയിരിക്കുക. ഇനി ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറിയതാരാ, 4 അല്ലേ. അപ്പോൾ ആ 4 എടുത്ത് ഇവിടെ കൊണ്ടുവന്നിടുക, ഇവിടെ കൊണ്ടുവന്നിടുക. എന്നിട്ടോ ഇവിടെ ഉണ്ടായിരുന്ന 8 പുറത്ത് കൂടുക. ഇനി ഈ ഭാഗം മൊത്തത്തിൽ എക്സ്ക്ലൂഡ് ചെയ്യുക. ഇനി ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ആളെ കണ്ടെത്തുക, ഓൻ എന്നിട്ട് ഫസ്റ്റത്തെ പൊസിഷനിൽ കൊണ്ടുവന്നിടുക. ഈ പരിപാടിയാണ് എന്തെന്ന് പറയുന്നത്, സെലക്ഷൻ സോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒന്നും കൂടെ ഇവിടെ നോക്കിയാടാ, അറേഞ്ച് ദ അറേ ഈസ് ഡിവൈഡഡ് ഇൻ ടു സോർട്ടഡ് ആൻഡ് അൺസോർട്ടഡ് പാർട്ട്. പിന്നെ എന്താ പറഞ്ഞത്, അറേഞ്ച് ഇൻ അസെൻഡിങ് ഓർഡർ ഫസ്റ്റ് ഫൈൻഡ് ദ സ്മാളസ്റ്റ് എലമെൻറ്റ് ആൻഡ് എക്സ്ചേഞ്ച് ഇറ്റ് വിത്ത് ദ ഫസ്റ്റ് എലമെൻറ്റ്.
പിന്നെന്താ പറഞ്ഞത്? ദെൻ ഫൈൻഡ് ദ സെക്കൻഡ് ലോവസ്റ്റ് എലമെന്റ് ആൻഡ് എക്സ്ചേഞ്ച് ഇറ്റ് വിത്ത് ദ സെക്കൻഡ് പൊസിഷൻ. പിന്നെയോ ദെൻ ഫൈൻഡ് ദ തേർഡ് ലോവസ്റ്റ് എലമെന്റ് ആൻഡ് എക്സ്ചേഞ്ച് ഇറ്റ് വിത്ത് ദ തേർഡ് പൊസിഷൻ. ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ശരിയാവോ? ഇല്ല. അതുകൊണ്ട് ലാസ്റ്റ് എഴുതിക്കുക, ദിസ് പ്രോസസ് ഈസ് റിപ്പീറ്റഡ് ടിൽ ദ അറേ സോർട്ടഡ്. അറേ സോർട്ട് ചെയ്യുവോളം ഈ പണി തുടർന്നുകൊണ്ടേയിരിക്കുക. റെഡി ആണല്ലോ? ഓക്കെ. നെക്സ്റ്റ് ആണ് ബബിൾ സോർട്ട്. എന്താണടാ ബബിൾ സോർട്ട്? നോക്കിക്കോ, ഒരു എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്താണ് ബബിൾ സോർട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ 8 ഉണ്ട്, 15 ഉണ്ട്, 3 ഉണ്ട്, 7 ഉണ്ട്. ബബിൾ സോർട്ടാണ്. എന്താ ബബിൾ സോർട്ട് പറയുന്നത്? ദിസ് റിപ്പീറ്റഡ്ലി സ്റ്റെപ്സ് ത്രൂ ദ ലിസ്റ്റ് ആൻഡ് കമ്പയർസ് ഈച്ച് പെയർ ഓഫ് അഡ്ജസൻറ്റ് ഐറ്റം ആൻഡ് സ്വാപ്പ് ദം ഇഫ് ദേ ആർ ഇൻ റോങ് ഓർഡർ. അടുത്തടുത്തുള്ള 2 എലമെൻറ്റ് കമ്പയർ ചെയ്ത് നോക്കും. ഇങ്ങോട്ട് നോക്കിയാടാ, 8ഉം 15ഉം കമ്പയർ ചെയ്ത് നോക്കി. നമ്മൾ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യാണെന്ന് വിചാരിക്കുക. 8ഉം 15ഉം കമ്പയർ ചെയ്ത് നോക്കി. റോങ് ഓർഡർ ആണോ? അല്ല, അവിടെ തന്നെ നിർത്തുക. 15ഉം 3ഉം കമ്പയർ ചെയ്ത് നോക്കി. റോങ് ഓർഡർ ആണോ? ആണ്. അപ്പോൾ മാറ്റി കൊടുക്കുക. 2 ആളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുക. ഇയാൾ അങ്ങോട്ടും തട്ടുക, ഇയാൾ അങ്ങോട്ടും തട്ടുക. അപ്പോൾ എങ്ങനെയായിട്ട് മാറും? ഇവിടുത്തെ 15, സോറി ഇവിടെ അങ്ങനെ തന്നെ കടന്നോട്ടെ. അപ്പോൾ എങ്ങനെയായിട്ട് മാറും? പുതിയൊരു സാധനം ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇവിടെ 8 ഉണ്ടാവും, ഇവിടെ 3 ഉണ്ടാവും, ഇവിടെ 15 ഉണ്ടാവും, ഇവിടെ 7 ഉണ്ടാവും. ഇനിയോ ഇവർ രണ്ടുപേരും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക. ഇവർ രണ്ടുപേരും കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് മാറ്റേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടല്ലോ, 7 പുറത്ത് വരേണ്ടത്. അങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ വരും? നേരെ നമ്മളുടെ അറേ വീണ്ടും മാറ്റപ്പെടും. ഫസ്റ്റ് 8 ഉണ്ടാവും, പിന്നെ 3 ഉണ്ടാവും, പിന്നെ 6 വരും, പിന്നെ 7 വരും, പിന്നെ 15 വരും. നേരത്തെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തത് ഫസ്റ്റത്തെ ആളെയാണെങ്കിൽ ഇവിടെ എക്സ്ക്ലൂഡ് ചെയ്യേണ്ടത് ലാസ്റ്റത്തെ ആളെയാണ്. ഇതാണ് ദിസ് പ്രൊസീജിയർ ഈസ് റിപ്പീറ്റഡ് അണ്ടിൽ നോ സോപ്സ് ആർ റിക്വയർഡ്. ഒരു സോപ്പും പിന്നെ ആവശ്യമില്ല എന്ന് വരുന്നത് വരെ ഈ പരിപാടി തുറന്നുകൊണ്ടേയിരിക്കുക. ഇൻഡിക്കേറ്റിംഗ് ദ അറേ സോർട്ടഡ്. സോ അറേ സോർട്ട് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ മതി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവർ രണ്ടുപേരും കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുന്ന സമയത്ത് റോങ് ഓർഡറിലാണെന്നുണ്ടെങ്കിൽ 3 അങ്ങോട്ടും 8 അങ്ങോട്ടും മാറ്റിയിടുക. അത് കഴിഞ്ഞിട്ടോ 8ഉം 7ഉം കമ്പയർ ചെയ്ത് നോക്കുക. 7 അങ്ങോട്ടും 8 അങ്ങോട്ടും ഇടുക. അതോടുകൂടി അറേ സോർട്ടായില്ലേ? അപ്പോൾ അറേ എപ്പോഴാണോ സോർട്ട് ആവുന്നത് അതുവരെ ഈ പരിപാടി തുടരുക. ക്ലിയർ ആണല്ലോ? ഇനി ഒരു പോയിന്റ് കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ പറഞ്ഞു കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ആളെ കണ്ടെത്തുക, സ്വപ്പ് ചെയ്യുക എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ സ്വപ്പ് ചെയ്യണ ആ പരിപാടിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് പാസ്. എന്താണ് പേര് വിളിക്കുക? പാസ്. ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള എലമെന്റിനെ കണ്ടെത്തി അയാളെ ഫസ്റ്റ് പൊസിഷനേറ്റും സ്വാപ്പ് ചെയ്യുന്ന പരിപാടിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്വാപ്പ്. ഇവിടെയും ആ പരിപാടിക്ക് വിളിക്കുന്ന പേരാണ് സ്വാപ്പ്. നെക്സ്റ്റ് ആണ് സെർച്ചിങ്. സെർച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് എ ഗിവൺ എലമെന്റ്. ഒരു എലമെന്റിന്റെ ലൊക്കേഷൻ കണ്ടെത്തുക ഫ്രം ആൻ അറേ. ഒരു അറേന്ന് കണ്ടെത്തുന്ന പരിപാടിക്കാണ് സെർച്ചിങ് എന്ന് പറയുന്നത്. 2 ടൈപ്പ് സെർച്ചിങ് ആണുള്ളത്. ലീനിയർ സെർച്ച് ഉണ്ട്, അതുപോലെ ബൈനറി സെർച്ച് ഉണ്ട്. എന്താടാ? ലീനിയർ സെർച്ച് ഉണ്ട്, ബൈനറി സെർച്ച് ഉണ്ട്. അപ്പോൾ എന്താണ് ലീനിയർ സെർച്ച്, എന്താണ് ബൈനറി സെർച്ച് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ ആണല്ലോ? സോ ലീനിയർ സെർച്ച് ഉണ്ട്, ബൈനറി സെർച്ച് ഉണ്ട്. എന്താണ് ലീനിയർ സെർച്ച് എന്ന് പറഞ്ഞാൽ? ലീനിയർ സെർച്ച് ഓർ സീക്വൻഷ്യൽ സെർച്ച്, മറ്റൊരു പേര് പഠിച്ചു സീക്വൻഷ്യൽ സെർച്ച്, ഈസ് എ മെത്തേഡ് ഫോർ ഫൈൻഡിങ് എ പർട്ടിക്കുലർ വാല്യൂ ഇൻ എ ലിസ്റ്റ്. ഒരു ലിസ്റ്റിലുള്ള പർട്ടിക്കുലർ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ലീനിയർ സെർച്ച് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് അതിൻ്റെ പരിപാടി എന്നുള്ളതാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. കൺസിസ്റ്റിംഗ് ഓഫ് ചെക്കിംഗ് ഈച്ച് എലമെന്റ് ഇൻ ദ ലിസ്റ്റ് സ്റ്റാർട്ടിംഗ് ഫ്രം ഫസ്റ്റ് എലമെന്റ് അണ്ടിൽ ദ ഡിസൈർഡ് വൺ ഈസ് ഫൗണ്ട്. അതായത് സെർച്ചിങ് സക്സസ്ഫുൾ ആണ്. ഓർ ദ എൻഡ് ഓഫ് ദ ലിസ്റ്റ് ഈസ് റീച്ച്ഡ്. ലിസ്റ്റിൻ്റെ ഏറ്റവും അവസാനം കൊണ്ടേക്കാണ്ട് നമ്മൾ എത്തി. അതിനർത്ഥം എന്താ? അൺസക്സസ്ഫുൾ ആണെന്നാണ് അതിനർത്ഥം. അതായത് നമ്മളൊരു അറയിൽ ഒരാളെ തപ്പാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ അറേന്ന് നമ്മൾ ആരെ തപ്പാണ്? 7നെ തപ്പാണ്. എങ്ങനെയാണ് തപ്പുക? ആദ്യം ഫസ്റ്റത്തെ എലമെൻറ്റ് 7ആണോ നോക്കും, ആണോ? അല്ല. രണ്ടാമത്തെ എലമെൻറ്റ് 7ആണോ നോക്കും, അല്ല. മൂന്നാമത്തെ എലമെൻറ്റ് 7ആണോ നോക്കും, അല്ല. നാലാമത്തെ എലമെൻറ്റ് 7ആണോ നോക്കും, ആണ്. അവിടെ വെച്ച് അവസാനിപ്പിച്ചു. ഇതിനെയാണ് നമ്മൾ ലീനിയർ സെർച്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ആണ് ബൈനറി സെർച്ച്. ആരാടാ? ബൈനറി സെർച്ച്. ഇവൻ കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള ആളാണ്. ഇവയാളുടെ പരിപാടി എന്താ വെച്ചാൽ ദിസ് സെർച്ച് ഈസ് പെർഫോംഡ് ആൻ എ സോർട്ടഡ് അറേ. പ്രത്യേകം മനസ്സിലാക്കി വെക്കുക, ഇത് എന്തിലേ നടക്കുള്ളൂ? സോർട്ടഡ് അറേയിലേ നടക്കുള്ളൂ. സോർട്ട് ചെയ്യാത്ത അറേയിൽ എന്ത് പരിപാടി നടക്കില്ല? ബൈനറി സെർച്ച് നടക്കത്തില്ല. ഇറ്റ് ചെക്സ് ദ മിഡിൽ എലമെന്റ് ആൻഡ് എലിമിനേറ്റ്സ് ദ ഹാഫ് ഓഫ് ദ ലിസ്റ്റ് ഫ്രം കൺസിഡറേഷൻ ആൻഡ് പ്രൊസീഡ് വിത്ത് ദ അതർ ഹാഫ്. എടാ മക്കളെ, നിങ്ങൾ 10ാം ക്ലാസ്സിൽ റിസൾട്ട് ചെക്ക് ചെയ്ത സമയത്ത് മക്കളെ ഒരു 4 ലക്ഷം ആൾക്കാർ പരീക്ഷ എഴുതിയെന്ന് വിചാരിക്കുക. ഒന്നാമത്തെ കുട്ടിയുടെ രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത് 1ഉം അവസാനത്തെ കുട്ടീൻ്റെ രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത് 4 ലക്ഷമാണെന്ന് വിചാരിക്കുക. ഓക്കെ, തൽക്കാലം നമുക്ക് എക്സാമ്പിൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ 3,55,478 ആണെന്ന് കരുതുക. അപ്പോൾ ലീനിയർ സെർച്ച് പരിപാടി വെച്ചിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ വെച്ച് നിങ്ങളുടെ റിസൾട്ട് കണ്ടുപിടിക്കാനാണെന്നുണ്ടെങ്കിൽ ആദ്യം 1 ചെക്ക് ചെയ്യും, 2, 3, 4 എത്ര എണ്ണം ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ എടുത്തെത്തുക? 3,55,477 ആളെ ചെക്ക് ചെയ്താലേ നിങ്ങൾ എടുത്തെത്തുള്ളൂ. ഇറ്റ് ടേക്സ് ലോട്ട്സ് ഓഫ് ടൈം. കണ്ടമാനം സമയം എടുക്കും. അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആണ് ആരിറക്കിയിട്ടുള്ളത്? ബൈനറി സെർച്ചിനെ ഇറക്കിയിട്ടുണ്ട്. എന്താ അവൻ്റെ പരിപാടി നോക്കിക്കോ. അപ്പം നേരെ നടുക്ക് ചെല്ലും, ഏറ്റവും സെൻറ്റർക്ക്. ആരാ? 2 ലക്ഷം. 2 ലക്ഷത്തിൻ്റെ മുകളിൽ 2 ലക്ഷമാണോ നിങ്ങൾ തപ്പുന്ന ആൾ നോക്കും, ആണോ? അല്ല. 2 ലക്ഷത്തിൻ്റെ മുകളിലാണോ താഴെയാണോ നമ്മൾ തപ്പുന്ന ആൾ? എവിടെയാ? താഴെയാണ്. അപ്പോൾ ഇത്രയും ഏരിയ ഒറ്റയടിക്കാൻ ഒഴിവാക്കും.
4 ലക്ഷം ഉണ്ടായിരുന്ന ഡാറ്റ ഇപ്പോൾ എത്ര ലക്ഷമായിട്ട് മാറിയിട്ടുണ്ട്? 2 ലക്ഷമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നേരെ ഇതിൻ്റെ സെൻറ്റർക്ക് വരും. ഇതിൻ്റെ സെൻറ്റർ പറഞ്ഞാൽ എത്രയാടാ? 3 ലക്ഷം അല്ലേ? അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് കാണോ ഇപ്പുറത്ത് കാണോ നമുക്ക് ആവശ്യമുള്ളത്? അപ്പുറത്താണ് ആവശ്യമുള്ളത്. ഇയാളെയും തട്ടി. അപ്പോൾ 2 സ്റ്റെപ്പ് കൊണ്ട് എത്ര ലക്ഷം ഡാറ്റയാണ് നമ്മൾ തട്ടിക്കളഞ്ഞത്? 3 ലക്ഷം ഡാറ്റയാണ് തട്ടിക്കളഞ്ഞത്. ഇനി ഇതിൻ്റെ സെൻറ്റർ എടുക്കും. ഇതിൻ്റെ സെൻറ്റർ എത്രയാ? 3,50,000. 3,50,000 ആണോ നിങ്ങൾ തപ്പുന്ന ആൾ? അല്ലാന്നുണ്ടെങ്കിൽ അപ്പുറത്താണോ ഇപ്പുറത്താണോ? അപ്പുറത്താണ്. അപ്പോൾ ഇയാളെയും തട്ടി. 3 ലക്ഷം ഡാറ്റ നമ്മൾ തട്ടിക്കളഞ്ഞു. ഇനി ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ എടുക്കും. 3,70,50,000. 3,70,50,000 ആണോ നമ്മൾ തപ്പുന്ന ആൾ? അല്ല. അതിൻ്റെ അപ്പുറത്താണോ ഇപ്പുറത്താണോ നോക്കും. അപ്പുറത്തല്ല. അപ്പോൾ ഇയാളെയും തട്ടിക്കളഞ്ഞു. ഇനി ഇവിടെയാണ്. ഈ പരിപാടി എങ്ങനെ മുറിച്ച് പോകുന്ന പരിപാടിക്കാണ് നമ്മൾ എന്ത് പറയുക? ബൈനറി സെർച്ച് എന്ന് പറയുന്നത്. ഇത് വായിച്ചു നോക്കിയാടാ. ഇറ്റ് ചെക്സ് ദ മിഡിൽ എലമെന്റ് ആൻഡ് എലിമിനേറ്റ് ദ ഹാഫ് ഓഫ് ദ ലിസ്റ്റ് ഫ്രം കൺസിഡറേഷൻ ആൻഡ് പ്രൊസീഡ് വിത്ത് ദ അതർ ഹാഫ്. പിന്നെ എന്താ പറഞ്ഞത്? ഇഫ് ദ മിഡിൽ എലമെന്റ് ഈസ് സെർച്ച്ഡ് വാല്യൂ പൊസിഷൻ ഈസ് ഫൗണ്ട്, അതർവൈസ് അപ്പർ ഹാഫ് ഓർ ലോവർ ഹാഫ് ഈസ് ചൂസൺ ഫോർ സെർച്ച് ബേസ്ഡ് ഓൺ വെദർ ദ സെർച്ച്ഡ് വാല്യൂ ഇസ് ഗ്രേറ്റർ ഓർ ലെസ്സർ ദാൻ ദ മിഡിൽ എലമെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞ സാധനം ഇംഗ്ലീഷിലാക്കി എഴുതി കൊടുത്തതാണ്. കൺസെപ്റ്റ് മനസ്സിലാക്കുക, നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ എഴുതി കൊടുക്കുക. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഭാഷയാണ്. ക്ലിയർ ആണല്ലോ? സോ നമ്മൾ നേരെ അടുത്ത ഏരിയയിലേക്ക് പോവുകയാണ്. 2 ഡയമെൻഷണൽ അറേ അല്ലെങ്കിൽ 2D അറേ. എന്താ 2D അറേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ അറേ ഇൻ വിച്ച് ഈച്ച് എലമെന്റ് ഇറ്റ് സെൽഫ് ആൻ അറേ. ഒരറേ ഉണ്ട്, ആ അറേൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു അറേ. അതായത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടിക്കോളായിട്ട് സാധാരണ ഇങ്ങനത്തിൽ മാത്രം ഉണ്ടായിരുന്നത് താഴത്തേക്കും കൂടെ വന്നു എന്നുള്ളത് തൽക്കാലം മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതിൻ്റെ സിൻറ്റാക്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ആദ്യം ഡാറ്റ ടൈപ്പ് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മളുടെ അറേൻ്റെ പേര് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് എത്ര റോ വേണം എത്ര കോളം വേണം എന്നുള്ളത് കൊടുക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റ് നം ഓഫ് എന്ത് കൊടുത്തു? ഞാൻ 3,2 എന്ന് കൊടുത്തു. അപ്പോൾ എത്ര റോ ഉണ്ട്? 3 റോ ഉണ്ട്. എത്ര കോളം ഉണ്ട്? 2 കോളം ഉണ്ട്. അപ്പോൾ എങ്ങനെ വരും? 1, 2, 3 കോളം ഉണ്ട്. 3 റോ ഉണ്ട്, 2 കോളം ഉണ്ട്. ഇങ്ങനെയായിരിക്കും പരിപാടി വരിക. അപ്പോൾ ഇയാളുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് 0, 0 ആയിരിക്കും. ഇത് 0, 1, ഇത് 1, 0, 1, 1, ഇത് 2, 0, 2, 1. ഇങ്ങനെയായിരിക്കും ഇയാളുടെ പൊസിഷൻ കിടക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേടാ മക്കളെ? സോ നമുക്ക് നേരെ അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അതായത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ആൻ അറേ ഈസ് ഡിക്ലെയർഡ് ആസ് ഫോളോസ്. ഇൻ ദി എ ഓഫ് 5 is equal to 10, 20, 30, 40, 50. എന്താ ചോദിച്ചിട്ടുള്ളത്? വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് A2 + A3? എ ഓഫ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പരിപാടി എങ്ങനെയായിരിക്കും ഉണ്ടാവുക? എ എന്ന് പറയുന്ന പേരിൽ, ക്യാപിറ്റൽ ലെറ്റർ എ അല്ല, എന്താണ് കൊടുത്തിട്ടുള്ളത്? സ്മോൾ ലെറ്റർ എ അല്ലേ? അപ്പോൾ സ്മോൾ ലെറ്റർ എ എന്ന് പറഞ്ഞ പേരിൽ 5 ലൊക്കേഷനുള്ള ഒരു അറേ ഉണ്ടാവും. എത്ര ലൊക്കേഷന്? 5 ലൊക്കേഷനുള്ള ഒരു അറേ ഉണ്ടാവും. ഫസ്റ്റിൽ 10 ഉണ്ടാവും, 20 ഉണ്ടാവും, 30 ഉണ്ടാവും, 40 ഉണ്ടാവും, 50 ഉണ്ടാവും. ഇനി ഇയാളുടെ ഇൻഡെക്സ് നമ്പർ എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുക? 0, 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ടാണ് ഇൻഡെക്സ് നമ്പർ ഉണ്ടാവുക. എന്നിട്ട് നമ്മോട് ഇവിടെ എന്താ പറഞ്ഞത്? എ ഓഫ് 2 എ ഓഫ് 3 കൂട്ടാനല്ലേ? എ ഓഫ് 2 എന്ന് പറഞ്ഞാൽ ആരാ? ഇയാള്. എ ഓഫ് 3 എന്ന് പറഞ്ഞാൽ ആരാ? ഇയാള്. അപ്പോൾ 30, 40 കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 70 എന്ന ആൻസർ കിട്ടും. എത്ര കിട്ടൂടാ? 70. അടുത്ത എന്താ ചോദ്യം? ഹൗ മെനി ബൈറ്റ്സ് ആർ അലോക്കേറ്റഡ് ബൈ ദ അബവ് അറേ ഇൻ ദ മെമ്മറി? മെമ്മറിയിൽ എത്ര ബൈറ്റ് മെമ്മറിയാണ് ഇതിന് ആവശ്യമുള്ളതെന്ന് ചോദിച്ചു. ഒന്നാമത്തെ ആൾ നോക്കുക, ഡാറ്റ ടൈപ്പ്. ഡാറ്റ ടൈപ്പിന്റെ സൈസ് എത്രയാണ്? 4. എത്ര എലമെന്റ് ഉണ്ട്? 5 എലമെന്റ്. അപ്പോൾ എന്താ പരിപാടി? 4ഉം 5ഉം ഗുണിക്കുക. ആൻസർ വിൽ ബി 20 ബൈറ്റ് മെമ്മറിയാണ് നമുക്ക് ഇവിടെ ആവശ്യം. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? റൈറ്റ് അൽഗോരിതം ഫോർ ബബിൾ സോർട്ട്. ബബിൾ സോർട്ടിൻ്റെ അൽഗോരിതം എഴുതാനാണ് പറയുന്നത്. കുറച്ചപ്പുറത്ത് വരുന്നുണ്ട്, ആ സമയത്ത് നമുക്ക് നോക്കാം. ഡിസ്ക്രൈബ് ബബിൾ സോർട്ട് മെത്തേഡ്. എന്താണ് ബബിൾ സോർട്ട് എന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റ് അതുപോലെ പഠിച്ചു വെക്കണം പൊന്നുമക്കളെ. നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചിത്രമൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ചിത്രം അതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അല്ല വൃത്തിക്ക് ചിത്രം കൊടുത്തിട്ടുണ്ട്, ആ ചിത്രം ഒന്ന് നോക്കിയിട്ട് പോയിക്കൊണ്ട് ഇല്ലുസ്ട്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള ഒരു 4 നമ്പർ വെച്ചിട്ട് നമ്മൾ വരച്ചല്ലോ, ആ വരച്ച ഒന്ന് ജസ്റ്റ് വരച്ചു കൊടുത്താൽ മതിയാകും. അടുത്ത എന്താണ്? വാട്ട് ഈസ് ആൻ അറേ? എക്സ്പ്ലെയിൻ ഇറ്റ്സ് നീഡ്. എന്താണ് അറേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറേ ഈസ് എ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ ഇൻ എ കണ്ടിജിയസ് മെമ്മറി ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് എഴുതി കൊടുക്കുക. ഇൻ C++ അറേ ഇൻഡെക്സ് സ്റ്റാർട്ട് വിത്ത്, അറേ ഇൻഡെക്സ് എവിടെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 0 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത്. ഇൻഡെക്സ് നമ്പർ അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റൈറ്റ് ആൻഡ് അൽഗോരിതം ഫോർ സെലക്ഷൻ സോർട്ട്. സെലക്ഷൻ സോർട്ടിൻ്റെ അൽഗോരിതം എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് അൽഗോരിതം തൊട്ടപ്പുറത്തെ സ്ലൈഡിൽ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. നെക്സ്റ്റ് കമ്പയർ ലീനിയർ സെർച്ച് ആൻഡ് ബൈനറി സെർച്ച്. ലീനിയർ സെർച്ചും ബൈനറി സെർച്ചും കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലീനിയർ സെർച്ചിൻ്റെ പരിപാടി എന്താണ്? ദ എലമെൻറ്റ് നീഡ് നോട്ട് ടു ബി എനി ഓർഡർ. അറയിലുള്ള എലമെൻറ്റ്സ് ഒരു ഓർഡറിലും ആണ് നിർബന്ധമില്ല. അതായത് സോർട്ടഡോ അൺസോർട്ടഡോ അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ബൈനറി സെർച്ചിന് എന്തായിരിക്കണം? സോർട്ടഡ് ആയിരിക്കണം, നിർബന്ധമാണ്. അടുത്തെന്താ പറഞ്ഞത്? സ്യൂട്ടബിൾ വെൻ ദ അറേ സ്മോൾ. ചെറിയ അറേക്ക് മാത്രമാണ് എന്ത് നല്ലത്? ലീനിയർ സെർച്ച് നല്ലത്. ഇവിടെയോ സ്യൂട്ടബിൾ ദ അറേ ലാർജ്. ലാർജ് ആണെങ്കിൽ എന്ത് നല്ലതാണ്? ബൈനറി സെർച്ച് നല്ലതാണ്. അതാണ് നമ്മൾ SSLCയുടെ അല്ലെങ്കിൽ എന്തെങ്കിലും റിസൾട്ട് നോക്കുന്ന കഥ നമ്മൾ നേരത്തെ പറഞ്ഞു.
ഓക്കെ ആണല്ലോ. നീഡ് ടു വിസിറ്റ് ഓൾ ദ എലമെൻറ്റ്, എല്ലാ എലമെൻറ്റും വിസിറ്റ് ചെയ്യലോടെ നിർബന്ധമാണ്. ലീനിയർ സെർച്ച് നിർബന്ധമാണ്. കാരണം ആദ്യം ഒന്നാമത്തെ നോക്കും, പിന്നെ രണ്ടാമത്തെ നോക്കും, മൂന്നാമത്തെ നോക്കും, നാലാമത്തെ നോക്കും, ഇങ്ങനെയല്ലേ പോണത്. ഇവിടെയാണെങ്കിലോ ആൾ ദ എലമെൻറ്റ് നെവർ വിസിറ്റഡ്, എല്ലാ എലമെൻസും വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ, നമ്മൾ ആ 3,85,000 ഏതോ ഒരു നമ്പർ പറഞ്ഞ ഒരാളുടെ രജിസ്റ്റർ നമ്പർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ 3.5 ലക്ഷം ആൾക്കാരെ 3 ക്ലിക്കിലാണ് 3 സെർച്ചിലാണ് നമ്മൾ എടുത്ത് ഒഴിവാക്കി കളഞ്ഞത്. പോലെ ചെക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. അടുത്ത എന്താ പറഞ്ഞത്? ടേക്ക് മോർ ടൈം ഫോർ പ്രോസസ്സിങ്. ഏറ്റവും കൂടുതൽ ടൈം എടുക്കാരായിരിക്കും ലീനിയർ സെർച്ച് ആണ്. കുറഞ്ഞ സമയം വെച്ചിട്ടാണ് ആര് കമ്പയർ ചെയ്യുക? ബൈനറി സെർച്ചിൽ കമ്പയർ ചെയ്യുക. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാ ടാബുലാർ കമ്പാരിസൺസും ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും 2 3 ഒക്കെ പരീക്ഷയ്ക്ക് ഭാഗ്യം പോലെ നിങ്ങൾക്ക് ചോദിക്കും. ഇനിയാണ് അൽഗോരിതംസ്. എത്ര അൽഗോരിതം നമുക്ക് പഠിക്കാനുണ്ട്? ഫസ്റ്റ് വൺ അൽഗോരിതം ഫോർ സെലക്ഷൻ സോർട്ട്. നെക്സ്റ്റ് ഏതാ? അൽഗോരിതം ഫോർ ബബിൾ സോർട്ട്. അടുത്തത് ലീനിയർ സെർച്ചിൻ്റെ അൽഗോരിതം, അതേപോലെ ബൈനറി സെർച്ചിൻ്റെ അൽഗോരിതം. 4 അൽഗോരിതം മക്കളെ പഠിക്കാനുണ്ട്. ഈ 4 അൽഗോരിതം പഠിച്ചോ, ഒരു സംശയം അതിൽ വേണ്ട. 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും ചോദിക്കും. ബബിൾ സോർട്ട് ആയിരുന്നു നിങ്ങൾക്ക് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ ചാൻസ് കൂടുതൽ, ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത് സോർട്ടിൻ്റെ ആണ് ചോദിക്കാറുള്ളത്. അപ്പോൾ സോർട്ട് ആദ്യം പഠിച്ച് വെക്കുക, അതിനുശേഷം എന്തിൻ്റെ പഠിക്കുക? സെർച്ചിൻ്റെ പഠിക്കുക. ഞാൻ എൻ്റെ ഒരു പ്രഡിക്ഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ, അല്ലാണ്ട് അത് മാത്രമേ വരുള്ളൂ എന്ന് കരുതിയിട്ട് ആരും നിൽക്കേണ്ട. 4 എണ്ണത്തിലൊന്നും എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ അതെന്തായാലും നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. അതിലാരും ഒരു വീഴ്ചയും വരുത്താൻ നിൽക്കരുത്. സോ നമ്മളുടെ ചാപ്റ്റർ ഇവിടെ തീർന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ അൽഗോരിതം കിട്ടുക എന്നല്ലേ? നോട്ട്സ് ഞാൻ പറഞ്ഞു, നോട്ട്സ് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ നോക്കിക്കോ, അവിടെ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കൊണ്ടുപോയാൽ മതി, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ഞാൻ ഇവിടുന്ന് മാറി നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സാധനം കീപ്പ് ചെയ്തിട്ട് പഠിക്കാവുന്നതാണ്. മക്കളെ പഠിച്ചിട്ട് പോവുക. ഏതെങ്കിലും ഒരു അൽഗോരിതം നിർബന്ധമായിട്ടും പരീക്ഷയ്ക്ക് ഉണ്ടാവും. സോ നിർത്തുന്നു. താങ്ക് യു.